കേരളം ഇനി ആര് ഭരിക്കും എന്നറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. മെയ് 4-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഇപ്പം മുന്നണി അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും രാഷ്ട്രീയക്കാരും സ്ഥാനാർത്ഥികളും മീഡിയക്കാരും പത്രക്കാരും വ്യത്യസ്ത രീതിയിലൊക്കെ വിലയിരുത്തുകയും കൂട്ടുകയും കീഴ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, വിജയിക്കുമെങ്കിൽ എന്താണ് കാരണം, പരാജയപ്പെടുമെങ്കിൽ അതിനെന്താണ് കാരണം, ഇതൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം. നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലേക്കാണ്. അവിടെ ആരാണ് ജയിക്കുക, ആർക്കാണ് ജയസാധ്യത, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ വിജയപരാജയങ്ങൾ വരിക എന്നുള്ള കാര്യമാണ് വിലയിരുത്തുന്നത്. നോക്കാം. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെയുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് വലത്തോട്ട് ചരിഞ്ഞു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങളുമുണ്ട്. അതിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. 16 തിരഞ്ഞെടുപ്പ് കുന്നമംഗലം നിയോജക മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇത് 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. 16 തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, MLA പ്രഖ്യാപിച്ചതാണ്. അതിലെ വിജയം 8 LDFും 8 UDFും വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 8 UDFിൻ്റെ നോക്കുന്ന സമയത്ത് 2 പ്രാവശ്യം കോൺഗ്രസ് ആണ് ആദ്യഘട്ടത്തിൽ ജയിച്ചത്. 4 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, ബാക്കിയെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. അങ്ങനെയാണ് അത് വന്നത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 2 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി CPM വിജയിച്ചിട്ടുണ്ട്. ബാക്കി 6 പ്രാവശ്യം LDFിൻ്റെ സ്വതന്ത്രനാണ് വിജയിച്ചത്. ഈ ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ. അതിൽ 3 പ്രാവശ്യം ജയിച്ചത് കൊടുവള്ളിയിൽ നിന്ന് വന്ന PT റഹീമാണ്. 2 പ്രാവശ്യം ജയിക്കുന്നത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, LDF പിന്തുണക്കുന്ന പാർട്ടിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. ഈ 17ാമത്തെ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ നിയുക്ത MLA PT റഹീം ഒരു ഭാഗത്ത് LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും, പിന്നീട് വലത് പക്ഷത്ത് അല്ലെങ്കിൽ UDF സംവിധാനത്തിൽ MA റസാഖ് മാസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡൻറ്റും മുൻ സ്ഥാനാർത്ഥിയുമായത് കൊടുവള്ളിയിൽ 2016 മത്സരിച്ച സമയത്ത് സ്ഥാനാർത്ഥിയായി നിന്ന അദ്ദേഹം 2ാമത്തെ ഊഴത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റും. നോക്കാം. 1957 കുന്നമംഗലം നിയോജക മണ്ഡലം രൂപീകരിക്കുന്നത്. അത് ഏകദേശം സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി തന്നെ ഏറ്റവും പഴക്കമുള്ള നിയോജക മണ്ഡലത്തിൽ ഒന്നാണ് കുന്നമംഗലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അതിൽ കൊടുവള്ളി നിയോജക മണ്ഡലം പിന്നീട് ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇടക്കാലത്ത് അത് ഇല്ലാതായി പോയിരുന്നു. ആ സമയത്ത് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലുള്ളവർ പോലും കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കായിരുന്നു വോട്ട് ചെയ്തത് എന്നൊരു പ്രത്യേകതയുണ്ട്. നോക്കാം. 1957 ലീലാ ദാമോദരൻ മേനോൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 1960 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. ലീലാ ദാമോദരൻ നായർ, അദ്ദേഹം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ജയിക്കുന്നു. 1965 വി കുട്ടിക്കൃഷ്ണൻ നായർ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര സ്ഥാനം LDFിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം വിജയിക്കുന്നു. 1967 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, അദ്ദേഹം വീണ്ടും ജയിക്കുന്നു. അവിടെ കുറച്ച് വിഷയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുള്ള 2ാമത് പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വരാനുള്ള കാരണം നിയമസഭ അന്ന് കൂടിയിട്ടില്ല, അത് MLA കൺവെൻഷൻ നടന്നിട്ടില്ല, അങ്ങനെ എന്തോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിയമപരമായിരിക്കുന്ന കുറേ പ്രശ്നം വന്നതോടുകൂടിയാണ് 2ാമത് തിരഞ്ഞെടുപ്പ് വന്നത് എന്ന് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. 1970 മുസ്ലിം ലീഗിൻ്റെ സുവർണ കാലഘട്ടം തുടങ്ങി. IUMLലെ PVS മുസ്തഫ പൂക്കോയത്തങ്ങൾ അദ്ദേഹം ജയിച്ചു. പിന്നീട് 1977 ലീഗിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് KP രാമൻ വരുന്നു. 1668 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. 1980 KP രാമൻ വീണ്ടും വരുന്നു. 4061 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. 1982 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. 1635 വോട്ടിന് ജയിക്കുന്നു. അഥവാ അതിന് മുമ്പത്തെ വോട്ടിൻ്റെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നല്ല ഒരു 3000-ഓളം വോട്ടിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്, 2000 ചൊല്ലാൻ വോട്ടിൻ്റെ. 1987 മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM മത്സരിക്കുന്നു. CPM മത്സരിക്കുന്നത് CP ബാലൻ വൈദ്യർ മത്സരിച്ച സമയത്ത് 293 വോട്ടിനാണ് വിജയിക്കുന്നത്. 91 CP ബാലൻ വൈദ്യർ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം 1158 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. 1996 വീണ്ടും ബാലൻ വൈദ്യർ മത്സരിക്കുന്നു. അദ്ദേഹം 6616 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വെച്ചാൽ വലിയ രീതിയിലുള്ള മെജോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. 2001 പിന്നീട് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ കാലഘട്ടം പിന്നെ തുടങ്ങുകയാണ്. UC രാമൻ
അദ്ദേഹം മത്സരിക്കുന്ന ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 3711 വോട്ടിന് ജയിക്കുന്നു. ബസ്സായിരുന്നു ചെയ്യുന്നത് സ്വതന്ത്ര ചിഹ്നമാകുന്ന സമയത്ത്. 2006 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന UC രാമൻ 297 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വല്ലാത്ത രീതിയിൽ കുറയുന്നു. 3400ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അതിന് മുമ്പത്തെ അപേക്ഷിച്ചിട്ട് കുറയുന്നു എന്നുള്ളതാണ്. 2011 കൂടി PTI റഹീം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ, അതായത് കൊടുവള്ളിയിൽ 2006 മത്സരിച്ച് ജയിച്ച, അതല്ലെങ്കിൽ ലീഗിൻ്റെ റിബലായിട്ട് മത്സരിച്ച് ജയിച്ച PTI റഹീമിൻ്റെ സുവർണ്ണ കാലഘട്ടം തുടങ്ങുന്നത് 2011 അന്ന് ജയിച്ചു. അന്ന് കെ മുരളീധരനെ പരാജയപ്പെടുത്തി കേരളത്തിൽ അറിയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ടാണ് അതിന് ചിത്രീകരിക്കപ്പെട്ടത്. കാരണം KPCCൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ നിന്നാണ് കെ മുരളീധരൻ. കെ കരുണാകരൻ്റെ മകനാണ്, മുഖ്യമന്ത്രിയുടെ മകനാണ്. അങ്ങനത്തെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഒരു വ്യക്തി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്ന PTI റഹീമിനോട് പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ മീഡിയക്കാർ ചർച്ച ചെയ്ത്. പിന്നെ വലിയൊരു ചർച്ചയിലേക്ക് അത് ആവാതിരിക്കാനുള്ള കാരണം അന്ന് വലിയ പരാജയം UDFനും ലീഗിനും, കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, MK മുനീർ, ചേർക്കുള്ള അബ്ദുള്ള അടങ്ങിയിരിക്കുന്ന വലിയൊരു കോമ്പല തന്നെ ഏറ്റവും പൗരപ്രമുഖരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വീണ് നിലംപൊത്തിയ ഇലക്ഷനാണ് ആ പറയപ്പെട്ട 2006. അതുകൊണ്ട് അത് വല്ലാത്ത രീതിയിൽ കൊടുവള്ളി ചർച്ച ചെയ്യാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. PTI 2011 തെരഞ്ഞെടുപ്പിൽ 3265 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അദ്ദേഹം 2016 വീണ്ടും മത്സരിക്കുന്നു. 11,205 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പത്തേക്കാണ് 3 ഇരട്ടി ഭൂരിപക്ഷം കൂട്ടുന്നു. 2011 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. 10,276 വോട്ടാക്കി ചുരുങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിന് ഏകദേശം ഒരു 1000 വോട്ടിൻ്റെ കുറവ്, ഒരു ഇടിവ് വരും. നമ്മൾ നിൽക്കുന്നത് 2024 വർത്തമാന കാലത്താണ്. ഇവിടെ 4ാം തവണയും PTI റഹീം വിധി തേടുന്നു. 4ാം തവണ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും 5ാം തവണയാണ്. ഒരു പ്രാവശ്യം കൊടുവള്ളിയിൽ ജയിച്ചു, 3 പ്രാവശ്യം കുന്നമംഗലത്തിൽ ജയിച്ചു, 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വിധി തേടുന്നത്. അപ്പോൾ ഈ MA റസാഖിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം 2ാമത്തെ പ്രാവശ്യമാണ് കൊടുവള്ളിയിൽ ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പം ഇവിടെയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, ഈ മണ്ഡലമാണ് കുന്നമംഗലം നിയോജക മണ്ഡലം, അഥവാ 85.85%. 2,10,071 വോട്ടർമാരാണ് കുന്നമംഗലത്തുള്ളത്. അതിൽ 1,80,341 വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാത്തമംഗലം, കുന്നമംഗലം, മാവൂര്, ഒളവണ്ണ, പെരുമണ്ണ, പെരുവൽ 6 പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കൊടുവള്ളി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കുന്നമംഗലത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം ഇവിടെ 4 MLA സ്ഥാനാർത്ഥികളെങ്കിലും മത്സരിക്കുന്നു എന്നുള്ളതാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെട്ടതാണ് കൽപ്പറ്റ നിയുക്ത MLA ആയിരിക്കുന്ന T സത്തി. പിന്നെ കൊടുവള്ളി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പേരാമ്പ്ര മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. പിന്നീട് ഇവിടെ ഇപ്പോൾ ഉള്ള ആര് ജയിച്ചാലും ഒരാൾ, അപ്പോൾ 4 വിജയിച്ച് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ 4 MLA മാരെ പറഞ്ഞയച്ച ഒരു നിയോജക മണ്ഡലം എന്നുകൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ്. എന്താണ് ഇപ്പോഴത്തെ കുന്നമംഗലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷത്തിൽ ചെറിയ നീരസങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞ സമയത്ത് കുന്നമംഗലത്ത് നിന്ന് ആളെ പ്രതിനിധീകരിക്കുന്നില്ല. 3 പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് എന്താ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ആരുമില്ലേ എന്നൊരു ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ മേഖലയിൽ നിന്ന്, അവരുടെ സോഴ്സിൽ നിന്ന് പുറത്തു വരുന്നത് കുറഞ്ഞ രീതിയിലെങ്കിലും, അത് പരസ്യമായിരിക്കുന്ന ഒരു പ്രചരണമായിട്ട് എന്തായാലും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തുടർച്ചയായ രീതിയിൽ ഒരു പാരമ്പര്യ തുടർച്ച പോലെ തന്നെ വീണ്ടും ഒരേ സ്ഥാനാർത്ഥി അതിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യമുണ്ടായ താല്പര്യം പിന്നെ 2ാം ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി 4ാമത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന രീതിയിൽ വരുമോ എന്നൊരു സംശയം. അടുത്തത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പുതിയ വോട്ടർമാർ, നല്ലൊരു ശതമാനം വോട്ടർമാർ പുതിയ വോട്ടർമാരുണ്ട്. അവർക്ക് അങ്ങനെ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. ഏകദേശം ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തമ്മിൽ ഭേദം ആരാണ് എന്ന് നോക്കും. നിലവിലെ MLA ആണ് എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറമായി സാമൂഹ്യ കാരുണ്യ സേവന രംഗത്ത് MA റസാഖിനെ പോലെ അത്ര തന്നെ ഒരു ഉയർച്ചയെത്തിയ വ്യക്തിയല്ല എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ പാരമ്പര്യം നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ PTI റഹീമിനാണെങ്കിൽ പോലും CH സെൻ്ററുമായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ കാരുണ്യ മേഖലയൊക്കെ നോക്കുന്ന സമയത്ത് MA റസാഖിന് വലിയ രീതിയിലുള്ള മെജോറിറ്റി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി എത്രത്തോളം സാധിക്കും അത്രത്തോളം ഭൂരിപക്ഷം കൂടും. അഥവാ വലത്തോട്ടാണ് ചെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ വിലയിരുത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ സഹായിക്കുന്നതിൽ MA റസാഖ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
പിന്നീട് ഈ പറയപ്പെട്ട പല പടലപ്പിണക്കങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അകത്താണ്, വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് എല്ലാം കൂടി ഒരു ചേർന്നിരിക്കുന്ന ഒരു വോട്ട്, ഒരു ചേഞ്ച്, ഒരു മാറ്റം. എപ്പോഴും ഈ പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം അവർ താല്പര്യപ്പെടുന്നത് ഒരു മാറ്റമാണ് ആവശ്യം, മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ നല്ലൊരു വിഭാഗം വലതുപക്ഷത്തോട് സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് കുന്ദമംഗലം, അങ്ങനെ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറയുന്നത് 16 തെരഞ്ഞെടുപ്പിൽ നമ്മൾ വീഴ്ത്തി 8 പ്രാവശ്യം UDF വിജയിച്ചിട്ടുണ്ട്, 8 പ്രാവശ്യം LDF വിജയിച്ചിട്ടുണ്ട്. ഈക്വാലിറ്റിയാണ്. ഈക്വാലിറ്റിയിൽ നിന്ന് വെക്കുന്ന സമയത്ത് മഹാഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറിയിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മളിപ്പോൾ മൊത്തത്തിൽ വിലയിരുത്തുന്ന സമയത്ത് CP വാലം വൈദ്യരുടെ ഒരു വോട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് 11,205 വോട്ടാണ് ഇവിടെ. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 10-16 തെരഞ്ഞെടുപ്പിൻ്റെ 10-16 തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ 3-4 തെരഞ്ഞെടുപ്പിലൊന്നും ഭൂരിപക്ഷം കാണുന്നതന്നെ ഇല്ല. 957 ഭൂരിപക്ഷം കാണുന്നില്ല. 970 വരെ മുസ്തഫ ബുക്കത്തങ്ങളുടെ ഭൂരിപക്ഷം വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. 977 മുതൽ 2011 വരെ വിലയിരുത്തുന്ന സമയത്ത് 11,205 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2016 PT റഹീമിൻ്റെ LDF സ്ഥാനാർത്ഥി ജയിച്ച് കയറിയതാണ് വലിയ ഭൂരിപക്ഷം, വലിയ മെജോറിറ്റി കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീടുള്ളത് പിന്നെ ഈ 4,000 ചിലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് KP രാമൻ വിജയിച്ച 980 തിരഞ്ഞെടുപ്പാണ്. ഇതാണ് ഒരു വലിയ ഭൂരിപക്ഷമായിട്ട് ഇവിടെ കാണുന്നത്. അതൊക്കെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ മൊത്തത്തിലുള്ള കാലാവസ്ഥയും ചുറ്റുപാടുകളും ഇത് വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു 5,000-നോട് അനുബന്ധിച്ചുള്ള വോട്ടിന് 3,000 മുതൽ 5,000 വരെ ചുരുങ്ങിയ വോട്ടാണെങ്കിൽ ആ വോട്ടിന് ഈ വലതുപക്ഷ സ്ഥാനാർത്ഥി MA റസാഖ് ജയിച്ച് കയറുന്ന ഒരു കാലാവസ്ഥയാണ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.